ഗൈസ്, വെൽക്കം ബാക്ക് ടു പാർട്ട് 2. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളെ ഈ റൂമിൽ പൂട്ടിയിട്ടതായിട്ടാണ് കണ്ടത്. ഇനി നമുക്ക് ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടാൻ നോക്കാം. ഇവിടുന്ന് എങ്ങനെ എസ്കേപ്പ് അടിക്കാന്നറിയില്ല. നമുക്ക് ഈ ഫ്രിഡ്ജ് അതെന്താ ഇതിൻ്റെ ഉള്ളിൽ എപ്പോഴാണ് റൂമൊക്കെ ഉണ്ടായേ? ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഇത്രയും വലിയ റൂമോ? നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പോയി നോക്കിയാലോ? അവിടെ എന്തോ ഇരിക്കുന്നുണ്ടല്ലോ. എന്താ അത് അവിടെ ഇരിക്കണേ? അത് അവിടെ പാലും കുപ്പിയാണല്ലോ. ഇതെന്താ ഇത്രയും ഉള്ളിലോട്ട് പോയത്? കുഞ്ഞാവേ, ഇതേ ഞാൻ എടാ ചെക്ക, നീ അവിടെ ഇരിക്കുക. ഇതാടാ നിന്റെ പാലും കുപ്പി. പാല് കിട്ടാത്തോണ്ട് നീ ഓടി വന്നത്. വാതിലടയ്ക്കണ. എടാ ഞാനിതിപ്പോ എവിടെയാ? നീ എന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ പൂട്ടിയാ? ഫ്രിഡ്ജ് എന്താ അത് ഐസുമുറിയാ? അയ്യോ, ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് ചാവൂലോ. ഇതിപ്പോ എങ്ങനെയാ പുറത്തേക്ക് പോവാ? ഇതിൻ്റെ ഉള്ളിൽ വേറെ വല്ല രഹസ്യ വഴിയുണ്ടോ? എല്ലായിടത്തും ഐസാണല്ലോ. അതെന്താ അത്? നമ്മൾ കുപ്പി എടുത്തതല്ലേ? ഇതെന്താ വീണ്ടും കുപ്പി? അതും ഈ ഗ്രില്ലിൻ്റെ ബാക്കിലാണല്ലോ കുപ്പി. ഇതെങ്ങനെയാണ് ഈ കുപ്പി എടുക്കുക? അപ്പുറത്തെ ഭാഗത്തേക്ക് പോവാനുള്ള വല്ല വഴിയുണ്ടോന്ന് നോക്കിയാലോ? എങ്ങനെയത് അപ്പുറത്തോട്ട് പോവാ? എല്ലാ സ്ഥലവും ഒരേപോലെ തോന്നുന്നുണ്ടല്ലോ. ഇതുപോലെ ഞാനും ഒരു അസ്ഥിയായി ഇവിടെ തന്നെ കിടക്കോ എന്തോ. ചിക്കൻ ഉണ്ട്, ചിക്കൻ വെച്ച് ഇവിടെ ചെന്നാലോ? അതിന് ഐസിലെന്ത് ചിക്കൻ വെക്കാനുണ്ട്? അയ്യോ, ഞാൻ അപ്പുറത്തോട്ട് എങ്ങനെ കിടക്കുക? പോയി 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 ഇതിൻ്റെ ഉള്ളിൽ തന്നെ വട്ടം കറങ്ങി നിൽക്കുന്നു. അത് നമ്മൾ ബാക്കിൽ എത്തിയല്ലോ. എന്തോ ഭാഗ്യം. ഇനി ഇതെടുത്ത് പുറത്തേക്ക് ഇനി എങ്ങനെ പോവാവോ? ഇനി അതിനും കുറെ വട്ടം ചുറ്റേണ്ടി വരും തോന്നുന്നുണ്ട്. എന്തായാലും പോയി നോക്കാം. നമുക്ക് റൈറ്റ് പിടിച്ചങ്ങോട്ട് പോവാം. ചിലപ്പോ എസ്കേപ്പ് ആവും. ഇവിടെ വഴിയൊന്നും കാണുന്നില്ല. അതാ വാതിൽ കിട്ടിയിട്ടാ. തുറന്ന എവിടേക്ക് എത്തും നോക്കാം. ഇത് ഫ്രിഡ്ജിന്റെ വാതിലല്ലല്ലോ. നമ്മൾ പുറത്തേക്ക് എത്തിയല്ലോ. വീടിന്റെ പുറത്തെത്തിയല്ലോ. ഇതെന്തത്? എന്തായാലും വീടിന്റെ ഫ്രണ്ടിലല്ലോ. ഒരു പ്രാവശ്യം കൂടി പോയി നോക്കാം. അവൻ കരയണ സൗണ്ട് കേൾക്കണ്ടല്ലോ. സോയ എന്നെ വീടിൽ നിന്നും പുറത്താക്കിയിട്ട് ഇപ്പം ഇരുന്ന് കരയണ. പാല് കൊടുക്കാൻ ഞാൻ തന്നെ വരണം. വല്ലാത്ത കഷ്ടം തന്നെ. എന്തിനാടെ നീ ഇരുന്ന് കരയണ? നീയല്ല എന്നെ റൂമിലിട്ട് പൂട്ടിയത്. ഇപ്പൊ നിനക്ക് പാല് വേണമെന്ന് പറഞ്ഞ് കരയണ. എന്താടാ നിന്റെ കണ്ണിന് പറ്റിയ? ഇതെന്താടാ കണ്ണിൽ കൺമശി കുറച്ച് അധികം തേച്ച പോലെ ഉണ്ടല്ലോ. അപ്പോഴേക്ക് വൃത്തികേടാക്കി. ഇനി അവനെ കുറച്ച് വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരാം. എന്നെ ചിരിച്ചോണ്ടിരുന്നോ നീ? അവൻ അടുക്കള വരെ വന്നിട്ട് വാതിലടയ്ക്കാൻ അറിയാം. സ്വന്തം ഡയപ്പർ മാറ്റാൻ മാത്രമല്ല. അയ്യോ എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ. ഞാൻ എന്നെ ഒന്നും പറഞ്ഞില്ല. അയ്യോ എന്നെ കൊല്ലല്ലേ. ഒന്നും പറയില്ലാടാ. എന്നെ വെറുതെ വിടാ. ഇങ്ങനെ കിടന്ന് തല്ലാതെടാ. ഒരു തീരുമാനം ഉണ്ടാക്കാൻ. നിനക്ക് എന്താ വേണ്ടേ? ബൂസ്റ്റ് ഇട്ട് പാല്? അയ്യോ, എന്തൊക്കെയാ നീ കാണിച്ചു കൂട്ടണേ? ഞാൻ എനിക്ക് പാല് തന്നില്ലേടാ. കഥ പറഞ്ഞു തന്നില്ലേടാ. നിന്റെ ഡയപ്പർ പോലും മാറ്റി. പിന്നെ എന്തിനാ നീ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഇനി എന്താ നമുക്ക് ചെയ്യണ്ടേ? ബ്രേക്ക് ദ എമർജൻസി ഗ്ലാസ് അപ്സ്റ്റേഴ്സ് നമുക്ക് പോയിട്ട് എമർജൻസി ഗ്ലാസ് എവിടെയാ? നീ ഇവിടെ വന്നാ എന്നെ ഒന്ന് വെറുതെ വിടടേ. എവിടെ ഇപ്പൊ എമർജൻസി ഗ്ലാസ്? ഞാനിപ്പോ അതൊരു പാസിഫയർ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഈ എമർജൻസി ഗ്ലാസ് നീ പൊട്ടിക്കാൻ. അവൻ പോയി. അവൻ എവിടെ പോയി? അവൻ താഴെ പോയാ? ഇത് കൊണ്ടുപോയി അവൻ്റെ എണ്ണാക്കിൽ കുത്തി കയറ്റി നോക്കാൻ എന്താണ്ടാവാൻ പോണേ? സമാധാനപ്പെട്ടിരുന്നാ മതി ചെക്കൻ. ഹോം ഗ്രീൻ കുട്ടിച്ചാത്ത ഒഴിഞ്ഞു പോ കുഞ്ഞു ചെക്കൻ്റെ മേത്ത് ഒഴിഞ്ഞു പോയാ അവനവിടെ പോയി. കുഞ്ഞിച്ചക്ക അതവിടെ കിടക്കണ്ടല്ലോ. സമാധാനമായി ചെക്ക ഉറങ്ങിയിട്ടാ. ചെക്കൻ സമാധാനമായിട്ട് ഉറങ്ങാട്ടെ. ഇനി ഒരു അനക്കം കൂടാതെ അവനെ അവിടെ കൊണ്ടുപോയി കിടത്താം. ഇന്ന് എന്തായാലും 3ാമത്തെ രാത്രിയാണ്. ഇന്നത്തതും കൂടി കഴിഞ്ഞു നമ്മുടെ പണി. അവൻ പിന്നെയും കണ്ണു തുറന്നു. ഇനി അവൻ അതാ പിന്നെയും തുടങ്ങി അവൻ്റെ ഡാൻസ് കളി. നിർത്തടാ നിന്റെ ഡാൻസ്, മതിയാക്കടാ. എനിക്ക് മതിയായി ഇത് കണ്ടിട്ട്. കുട്ടികളെ നോക്കാൻ ബുദ്ധിമുട്ടാണെന്നറിയാം. എന്നാൽ ഇത്ര അധികം വേണ്ടിയിരുന്നില്ല. ചെക്കനെ എവിടെയെങ്കിലും തളച്ചിടേണ്ടി വരില്ലോ. ഇവൻ്റെ അച്ഛനമ്മ എങ്ങനെയാണോ ഇവനെ നോക്കണേ? ഇനി അവരും ഇതുപോലത്തെ ഐറ്റംസ് തന്നെയാണോ? അച്ഛനമ്മനെ നമ്മൾ വന്നപ്പോൾ കണ്ടൊന്നുമില്ലല്ലോ.
ഇവിടെ ഫാമിലി ഫോട്ടോ ഒന്നും ഇരിക്കണില്ലല്ലോ അവരെ കാണാനായിട്ട്. വല്ല ഡ്രാക്കുളയുടെയും യക്ഷിയുടെ മോനെങ്ങാനാണോ അത്? ഇനി ഈ പ്രേതങ്ങളുടെ ടീംസിൽ ബേബി സിറ്റിങ്ങിന് ആൾക്കാരെ കിട്ടില്ലായിരിക്കുമോ? എന്തിനാ ഈ മനുഷ്യന്മാരെ ബേബി സിറ്റിങ്ങിന് വിളിച്ചത്? ചെക്കന് കഥ പറഞ്ഞു കൊടുക്കാം, അങ്ങനെയെങ്കിൽ അത് കിടന്ന് ഉറങ്ങുമോ നോക്കാം. ദ പ്രിൻസ് ആൻഡ് ദ ഷീപ്പ്. ഞാൻ ഇപ്പം കഥ വായിച്ചു തരാട്ടാടാ, അത് കഴിഞ്ഞ് കിടന്ന് ഉറങ്ങിക്കോളോ. കൊട്ടാരത്തിൽ ഉടുനീളം തണുപ്പായിരുന്നു. ബാക്കിൽ ചന്ദ്രൻ നല്ലതുപോലെ പ്രകാശിച്ചിരുന്നു. ഒടുക്കത്തെ കാറ്റായതുകൊണ്ട് കർട്ടനെല്ലാം പറന്നുപോയി. കുഞ്ഞി രാജകുമാരൻ കട്ടിലിൽ കിടക്കായിരുന്നു. പക്ഷെ അവന് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അവൻ അവന്റെ അമ്മയെ വിളിച്ചു. അമ്മേ, വേഗം പോയി എൻ്റെ ഷീപ്പിനെ കൊണ്ടുവരുമോ എന്ന് ചോദിച്ചു. രാജകുമാരൻ പറഞ്ഞു, എനിക്ക് വല്ലാത്ത ദാഹം തോന്നുന്നു. അപ്പൊ ഷീപ്പ് പോയി പെട്ടെന്ന് തന്നെ ഒരു ഡ്രിങ്ക് കൊണ്ടുവന്നു. പിന്നെ അവൻ പറഞ്ഞു, ഞാൻ ആകെ വൃത്തികേടായിരിക്കുക. അപ്പൊ ഷീപ്പ് വേഗം പോയി അവൻ്റെ ഡ്രസ്സെല്ലാം മാറ്റി കൊടുത്തു. പിന്നെ അവൻ പറഞ്ഞു, എനിക്ക് തീരെ വയ്യ. ഉറങ്ങാനായി അവൻ എണ്ണാൻ തുടങ്ങി. 1 2 3. രാജകുമാരൻ പറഞ്ഞു, ഞാൻ ഉറങ്ങിപ്പോകുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അവൻ ഷീപ്പിനെ അവൻ്റെ ചുവന്ന വലിയ കണ്ണുകൾ കൊണ്ട് നോക്കി. എൻ്റെ സ്വപ്നത്തിൽ നീ വന്നിട്ട് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകുമെന്നാണ് ചോദിച്ചത്. ഇത് അനുസരണയോടെ ആ ഷീപ്പ് കേൾക്കുകയും ചെയ്തു. അങ്ങനെ ഈ കഥ അവസാനിച്ചു. എന്തിനാടെ ബുക്കൊക്കെ എറിയണേ? നിന്റെ പാവക്കുട്ടി പറഞ്ഞു, ഇത് ഏതാ നിനക്ക് സിംഹാസനമൊക്കെ കിട്ടിയ? കഥ പറഞ്ഞു തന്നപ്പോഴും സിംഹാസനത്തിലൊക്കെ എറിയ എന്നെ? ഇത് ഞാനെന്താ സ്വർഗത്തിലോട്ട് പോവാണോ? എൻ്റെ കഥ കഴിഞ്ഞു എന്നാ തോന്നണേ. എടാ ദുഷ്ട, ഇതെന്താ എൻ്റെ പുതിയ ജന്മമാണോ? അല്ലെങ്കിൽ ഞാൻ ടൈം ലൂപ്പിൽ വന്നോ? എത്ര ജന്മം എടുത്താലും ഇവനെ തന്നെ നോക്കലാണല്ലോ എൻ്റെ പണി. കഷ്ടം തന്നെ. ഇരിക്കുന്നുണ്ടാവും കസാരയില്. ഇവിടെ ഇല്ലല്ലോ. ഇത് ഞാൻ കഴിഞ്ഞ തവണ അവസാനിച്ചു പോയി ആ ഒരു അവസ്ഥയിലാണല്ലോ. എല്ലാം താഴെ കിടക്കുന്നുണ്ടല്ലോ. മുകളിൽ ആ റൂമിൽ സിംഹാസനത്തിൽ വലിയ ആളായിട്ട് കാലും മുക്കി ഇരിക്കുന്നുണ്ടാവും. അവിടെ തന്നെ പോയി നോക്കാം. എടാ കുഞ്ഞിച്ചിക്ക, ഞാൻ വീണ്ടും വന്നു. മൊയിലച്ചന് ജീവൻ വന്ന? എവിടേക്കാടാ നീ പോണ? നിന്റെ കൂട്ടുകാരനെ വിട്ട്? അവൻ മോളിൽ നിന്ന് വന്നില്ലേ? എടാ, അവൻ്റെ മോന്തയ്ക്ക് നോക്കി വാലടയ്ക്കണ. എവിടെയാ മൊയിലച്ചൻ പോയത്? മൊയിൽക്കുട്ടനെ അവനെ ഓടിപ്പിച്ച. നമുക്ക് കാൽപ്പാട് നോക്കിയിട്ട് പുള്ളിക്കാരനെ ഫോളോ ചെയ്യാം. അവിടെ ലിഫ്റ്റിൻ്റെ അവിടെ വന്നിരിക്കണ്ടല്ലോ. വന്ന ലിഫ്റ്റിൽ തന്നെ തിരിച്ചു പോകാനാണോടാ നീ എന്നോട് പറയണേ? പറയടാ, എന്തെങ്കിലും പറയടാ. നീ ഇവിടെ ഇങ്ങനെ എന്താ മിണ്ടാണ്ടിരിക്കണ? എന്തായാലും ഈ ലിഫ്റ്റ് എവിടേക്ക് പോണേന്ന് നോക്കാം. നീ എന്നെ കൊല്ലാൻ കൊണ്ടുപോകണോടാ? ആ ചെറുതിൻ്റെ പണി കഴിഞ്ഞപ്പോൾ ഈ മൊയിൽ പണി തുടങ്ങിയ. ഒക്കെ സെറ്റായി തോന്നണു. അതിൽ ഫുള്ളായിട്ട് തുറക്കണില്ല. എങ്ങനെ വലിച്ചു മാറ്റ. ജീവൻ വന്നപ്പം നിനക്ക്? അതാ വീണ്ടും ഓടണം. ഇവന് തന്നെ എവിടെ കൊണ്ടുപോവാ? ഈ ഫ്ലാറ്റിൽ എത്ര റൂമുകളാ, പക്ഷെ ഒരു മനുഷ്യനും പുറത്ത് കാണുന്നില്ലല്ലോ. മൊയിലിനെ കാണാനില്ലല്ലോ. അവനെവിടെ പോയി? ഇനി വല്ലവൻ്റെ വീട്ടിൽ കയറിപ്പോയാ? അവിടെ വാതിൽ അപ്പുറത്തെ സൈഡിൽ വാല് തുറന്നിരിക്കണ്ടല്ലോ. അവിടെ ഉണ്ടാവോ? അതെന്തത്? താക്കോലിട്ട് പൂട്ടിയാ നീ മൊയിലിനെ? അവനിനി എന്നോട് എന്തോ പറയാൻ പോയതായിരുന്നു. അപ്പോഴേക്കും അവനെ പൂട്ടിയിട്ട. എവിടേക്ക് നീ താക്കോലും കൊണ്ട് പോണേ? ഇങ്ങോട്ട് താടെ ചെക്ക താക്കോല്. ഇവനെ കാണാണ്ടാവാണല്ലോ. ഇവനെ പണ്ടത്തെ പോലെ പിടിക്കുക അത്ര എളുപ്പമല്ലാട്ടാ. വേറെ വല്ല വഴിയുണ്ടോ നോക്കാം. വേറെ വല്ല ക്ലൂ ഉണ്ടോ തപ്പേണ്ടി വരും. അതെന്തത്? ഒരു മ്യൂസിക് നോട്ടല്ലേ? പിയാനോയിൽ വെക്കാൻ. പിയാനോ എവിടെയാന്ന് പോയി നോക്കട്ടെ ആദ്യം. ഇതേ പിയാനോയിൽ സെറ്റായി. ഇനി 2 ഷീറ്റും കൂടി സെറ്റാക്കിയാൽ ചിലപ്പോൾ വേറെ വല്ല ക്ലൂവും കിട്ടും. തപ്പട്ടെ. രണ്ടാമത്തെ അങ്ങനെ കിട്ടി. ഇനി ഒരെണ്ണം കൂടി ലാസ്റ്റ്. അങ്ങനെ അവസാനത്തെ സാധനം കൂടി കിട്ടി. ഇനി ഇതിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവണേന്ന് പോയി നോക്കാം. ലാസ്റ്റ് സാധനം പീസും കൂടി സെറ്റാക്കാട്ടാ. എന്തെങ്കിലും നടന്നാ? അതേ താക്കോല്. ഇനിയിപ്പോൾ അവൻ താക്കോല് തരുമോ? താടാ, നല്ല കുച്ചല്ലേ. താക്കോല് താടാ. എന്താ ഒന്നും തരാത്ത? തലയും കുത്തി വീണ? താക്കോല് തരാൻ പറഞ്ഞ തലയും കുത്തി വീണ. എന്തോ ഒരു രഹസ്യവാതിൽ തുറന്നുല്ലോ. ഞാൻ അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കാൻ പോയി അവൻ. അഴഞ്ഞഴഞ്ഞ് പോയി നോക്കട്ടെ. ഇതെന്തത്? ഇതിൻ്റെ ഉള്ളിലും ഒരു സ്ഥലം ഉണ്ടല്ലോ, ഫ്രിഡ്ജിൻ്റെ പോലത്തെ ഒരു സ്ഥലം. ഇത് മൊത്തം പലക വെച്ച് മൂടിയേക്കാണല്ലോ. ഇതിൻ്റെ അപ്പുറത്ത് എന്തോ മുറി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അവിടെ എന്തോ ഉണ്ട്. ഇതെങ്ങനെ ഇപ്പോൾ പൊട്ടിക്കുക?
ഇവിടെ താഴെ കുറേ ടൂൾസ് എടുക്കുന്നുണ്ട് ഈ സ്ക്രൂ ഡ്രൈവർ കൊണ്ട്. ഇത് ഇനി പൊളിക്കാൻ പറ്റുമോ? അതിനിവിടെ സ്ക്രൂ ഒന്നും ഇല്ലല്ലോ. എന്തായാലും ഒന്ന് കുത്തി നോക്കാം. ഇതുകൊണ്ട് എന്തെങ്കിലും ആ നടപടിയാണെന്ന് തോന്നണില്ല. കുത്തി പൊളിക്കാൻ പറ്റിയ എന്ത് ടൂൾ ഇവിടെ ഉള്ള? സ്പാനറൊന്നും വെച്ചിട്ട് കാര്യം നടക്കില്ല. വല്ല ഹാമർ എങ്ങനെ ഉണ്ട്? ഈ സാധനം കൊണ്ട് ചിലപ്പോൾ സെറ്റാവുണ്ടാ. ഒന്ന് ആഞ്ഞടിച്ച പൊട്ടുണ്ടോ? അത് പൊട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ ഈസി ആയില്ലോ. പക്ഷെ പയ്യനെ കാണാനില്ല അതിൻ്റെ ഉള്ളിൽ. വന്നത് കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയി പോവോ? എന്തോ ഒരു പ്രത്യേകതരം വൈബ്രേഷൻസ് വരുന്നുണ്ട് കേട്ടോ. ചെക്കന് ചിലപ്പോൾ മുകളിൽ നിന്ന് അവിടെ നിന്ന് എങ്ങനെ ചാടി വരും. എന്തും പ്രതീക്ഷിക്കാണ്ടപ്പോൾ നമുക്ക് എവിടെ നിന്നും വരാം അവൻ. അവിടെ ഒരു പ്ലെയർ ഇരിക്കണ്ടല്ലോ. റെക്കോർഡ് കൊണ്ടുപോകാൻ. ഇനി അത് അത്രേ ഉള്ളൂ. റെക്കോർഡ് കൊണ്ടുപോകാനായിരിക്കും. റെക്കോർഡ് കൊണ്ടുപോയിട്ട് നമ്മൾ അവിടെ റൂമിലൊരു സാധനം പ്ലേ ചെയ്യണത് ഉണ്ട്. അതിൽ കൊണ്ട് സെറ്റാക്കി വെക്കാനായിരിക്കും. ഇത് വെച്ച് എന്താവുക ഇനി നടക്കാൻ പോണേ. എന്തായാലും ഇന്നത്തേക്ക് ഇത്രയും മതി. ഇനി എന്താവും എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതിനുവേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടണേ. ബൈ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.